ഹലോ ഗായ്സ്, അപ്പോൾ ഞാനിന്ന് എത്തിയിരിക്കുന്നത് ബ്ലോക്സ് ഫ്രൂട്ട്സ് അല്ല, മൈൻക്രാഫ്റ്റ്. അപ്പോൾ നമ്മൾ മൈൻക്രാഫ്റ്റിൻ്റെ ഒരു സീരീസ് ഇടാമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. ഓക്കെ, അപ്പം സർവൈവൽ എന്നാണ് നമ്മൾ വേൾഡ് പേര് കൊടുക്കുന്നത്, സർവൈവൽ. ഓക്കെ, പിന്നെ ഞാനത് ചീറ്ററൊന്നും ഓണാക്കിയില്ല, നോർമലാണ് ഇടുന്നത്, ബിഹേവിയർ പാക്സ് ഒന്നും ഇടുന്നില്ല. സോ ലെറ്റ്സ് ക്രിയേറ്റ് ദ വേൾഡ്. അപ്പം നിങ്ങളിത് ലോഡിങ് ആവുന്ന സമയത്ത് ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് 50 സബ്സ്ക്രൈബേഴ്സ് ആയാലേ ഒരു ലൈവ് സ്ട്രീം ഇടാൻ പറ്റത്തുള്ളൂ, അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, നമ്മൾ വെള്ളത്തിലെത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ബുറിച്ചാടാ, ബുറിച്ച് അപ്പുറത്തൊരു ജംഗിള്. അപ്പം ഇന്നത്തെ വീഡിയോൻ്റെ ഗോള് നമുക്കൊരു വീട് വെക്കേണ്ട സ്ഥലം കണ്ടുപിടിക്കണം, ഒരു വില്ലേജും കണ്ടുപിടിക്കണം. അപ്പോൾ അത് നമുക്ക് മരം പൊട്ടിക്കാൻ തുടങ്ങാം. ഇതിനകത്ത് ഏറ്റവും ആദ്യം വേണ്ടത് ഗൈസ് ഷീപ്പ്. അത് കിട്ടിയില്ലെങ്കിൽ ഒരു രാത്രി പോകും. അതെ, ഓക്കെ. അപ്പോൾ നമുക്കിത് മൊത്തം പൊട്ടിച്ചെടുക്കാം. ഒരു 7 എണ്ണമൊക്കെ കാണും, മൊത്തം പൊട്ടിച്ചെടുക്കാം. 6, 7. ഓക്കെ, വുഡൊക്കെ ചോപ്പായിട്ടുണ്ട്. ഇനി ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കണം. അതിനു മുമ്പ് നമുക്ക് വുഡ് പ്ലാങ്ക് ആക്കണം. ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ, 4 സ്റ്റിക്ക്. നമുക്ക് ഒരു പിക്കാക്സ്, ഒരു സോഡും മാത്രം ഉണ്ടാക്കാം. അവിടെ ഒരു ഷീപ്പുണ്ട്, ഫസ്റ്റ് അതിനെ പോയി നോക്കില്ല, അല്ലെങ്കിൽ നമുക്ക് ഇന്ന് ഉറങ്ങാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു വില്ലേജ് കണ്ടുപിടിക്കണം. ഓക്കെ, ലെറ്റ്സ് കിൽ ദ ഷീപ്പ്. അപ്പോൾ നമുക്ക് വേറെ 3 ഷീപ്പാണ് ഗൈസ് ഒരു ബെഡ് ഉണ്ടാക്കാൻ. ഓ ഷീപ്പേ വാ, ആകുന്നു. ഇനി നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. ഇവിടെ വല്ല കൗ ബേബിയുണ്ട്, അതിനെ നമ്മളൊന്നും ചെയ്യാൻ പാടില്ല, കാരണം അത് പാവുക. ഓക്കെ, ലെറ്റ്സ് ഫൈൻഡ് സംതിങ്. എന്തെങ്കിലും കണ്ടുപിടിക്കണം. അപ്പം നിങ്ങൾക്കിനി ഇതുപോലെ SMB വല്ലതും കളിക്കണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. മൾട്ടിപ്ലെയർ കളിക്കണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഇതിലെത്തിയിട്ടുണ്ട്, വേറെ ബയോമിൽ, സ്പ്രൂസ്. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ എന്തെങ്കിലും കാണുന്ന സമയം ഫ്രൂട്ട് ബെറീസ് അല്ല, സ്വീറ്റ് ബെറീസ്, ഇത് നമുക്ക് ഫുഡായിട്ട് യൂസ് ചെയ്യാം. അപ്പം ഞാൻ നിങ്ങൾക്ക് വല്ലതും കാണുവാണെങ്കിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. കാര്യം ഇത്രയും നേരമായിട്ട് നമ്മൾ വുഡും പിക്കാക്സും ഒരു സോഡും വെച്ചാണ് ഇരിക്കുന്നത്. കുറച്ച് സ്റ്റോൺ എടുക്കാം. എനിക്ക് ആദ്യം 3 സ്റ്റോൺ ഒരു പിക്കാക്സിന് വേണ്ടിയിട്ട്, പിന്നെ 3 സ്റ്റോൺ ആക്സിന്, 2 സ്റ്റോൺ സോഡിന്, ബാക്കി 8 എണ്ണം ഫേണസിന്. പിന്നെ നമുക്ക് കോള് കണ്ടുപിടിക്കണം ഫുഡ് കുക്ക് ചെയ്യാൻ. നമുക്ക് കോള് കണ്ടുപിടിക്കാൻ പറ്റില്ലെങ്കിൽ ഫുഡ് കിട്ടത്തില്ല. ഫുഡ് കഴിച്ചില്ലെങ്കിൽ നമ്മൾ സ്റ്റാർവേഷൻ വന്ന് മരിക്കും. അങ്ങനെ മൊത്തമായി. ഞങ്ങൾക്ക് തിരിച്ച് മേലോട്ട് കയറുമ്പോൾ ഇവിടെ എന്തോ വുൾഫിൻ്റെ ശബ്ദം കേൾക്കുന്നു. ടൈം ചെയ്യാനാണെങ്കിൽ ബോണും ഇല്ല. ബോൺ വേണമെങ്കിൽ നമുക്ക് സ്കെൽട്ടനെ കൊല്ലണം. ഇപ്പം നമ്മൾ സ്കെൽട്ടനിൽ കൊല്ലാനായിട്ട്. ഓക്കെ, അതിനെ ഞാൻ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതെന്നെ തിരിച്ച് അറ്റാക്ക് ചെയ്യുക. ഓക്കെ, അതുകൊണ്ട് നമുക്ക് കുറച്ച് സ്റ്റോൺ ടൂൾസ് ഉണ്ടാക്കിയിട്ട് ആ കൗവിനെ പോയി അറ്റാക്ക് ചെയ്യുക. അതാകുമ്പോൾ തിരിച്ചൊന്നും ചെയ്യത്തില്ല. ഒരു ഫേർണസും കൂടെ ഉണ്ടാക്കാം. ഓക്കെ, സെറ്റ്. പൊട്ടിച്ചെടുക്കാം നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ. എന്നിട്ട് നേരെ ആക്കാവും. നിൻ്റെ അന്തിയെ എന്നാടാ എൻ്റെ കൈ കൊണ്ട്. ഓക്കെ, സെറ്റ്. അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇനി വല്ലതും കാണുവാണെങ്കിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, നമ്മളിവിടെ ഒരു ലാവാ പൂള് കണ്ടിട്ടുണ്ട്. ഇതിപ്പോൾ വലിയ ഉപകാരമൊന്നുമില്ല, പക്ഷേ നമുക്കിത് ഉപകാരപ്പെടും. നമുക്കൊരു പ്രാവശ്യം നെതറിലോട്ട് പോകണം. ഓക്കെ, നമ്മളിവിടെ നോർമൽ ഒരു പ്ലെയിൻസ് സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ വില്ലേജ് കാണാൻ നൈസാന്ന് തോന്നുന്നു. ജംഗിള്
കണ്ടു, എന്തുവാ സ്പ്രൂസ് ഉണ്ട്, ഇപ്പോൾ പ്ലെയിൻസ് ഉണ്ട്, ഇനി സ്നോയും ഡെസേർട്ടും കൂടെ ഉള്ളൂ. ഈ വേൾഡ് കൊള്ളാം. സീഡ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാനെന്താ ഈ വുഡ് കളക്ട് ചെയ്യുന്നത് നിങ്ങൾ ഓർക്കും. നമുക്ക് വീടൊക്കെ വെക്കണ്ടേ, അതിനാ. ദൈവമേ, ആ സോംബിയുടെ സൗണ്ട് കേട്ടപ്പോൾ ഞാൻ വരെ പേടിച്ചു പോയി. ഫൈനലി പ്ലെയിൻസ് കിട്ടി, അല്ലെങ്കിൽ നമ്മളെ സ്പ്രൂസ് ബയോമേ കിടന്ന് ചത്തേനെ. ഓക്കെ, ഇനി അടുത്ത പ്ലാൻ ഒരു വില്ലേജ് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിച്ചാൽ നമ്മൾ പകുതി സെറ്റാവും. പിന്നെ നമുക്ക് വില്ലേജും ട്രേഡിങ് ഫാം ഉണ്ടാക്കണം, അങ്ങനെ കുറേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പിഗിനെ കടിച്ചു കൊല്ലാൻ ഫുഡ് വേണം. കുറച്ച് കോള് ഞാൻ നേരത്തെ കളക്ട് ചെയ്തായിരുന്നു. അപ്പം ഫുഡിന് അത്ര വലിയ ക്ഷാമമൊന്നുമില്ല. അതേ അവിടെ സ്നോ ബയോ, ചിലപ്പോൾ അവിടെ വില്ലേജ് കാണാം. സ്നോ ബയോമിൽ വില്ലേജ് കൂടുതലാണ്. യെസ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ നടന്നു ഇതേ ഒരു വില്ലേജ്. അതിനു മുമ്പ് നമുക്ക് ഈ കോപ്പറൊക്കെ ഒന്ന് കളക്ട് ചെയ്യാം. ഓക്കെ, മൊത്തത്തിൽ നമുക്കൊരു 13 കോപ്പർ കിട്ടി. ഒരു ചെസ്റ്റ് പ്ലേറ്റും ഒരു ഹെൽമെറ്റും ഉണ്ടാക്കാനുള്ളതുണ്ടെന്ന് തോന്നുന്നു ഗൈസ്. നമുക്കവിടെ വില്ലേജിൽ അയൺകുളമുണ്ട്. ആ അയൺകുളത്തിനെ മൊത്തം അടിച്ചങ്ങ് ഉറക്കി വിടണം. ഓക്കെ, അവിടെ കുറേ ബുക്ക് ഷെൽഫൊക്കെ ഉണ്ട്. നമുക്ക് അതൊക്കെ അടിച്ചങ്ങ് പൊളിച്ചു വിടാം. ബുക്ക് ഷെൽഫ് കുറേ വേണം, കാരണം നമുക്ക് എൻജാൻഡ് ചെയ്യാനുണ്ട്. നമ്മളിതൊക്കെ ഇപ്പോഴേ എടുത്ത് വെക്കുന്നത് നല്ലതാണ്. പിന്നെ എനിക്ക് വയ്യ ഇതൊക്കെ ഇത് കൊണ്ടൊക്കെ ഓടാൻ. പിന്നെ അവിടെ മറ്റേ ഈ സാധനം ഇരിപ്പുണ്ട്. ഇത് അതിൻ്റെ പേരെന്താ, എന്തായിരുന്നു അതിൻ്റെ പേര്, ഞാൻ മറന്നേ. അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക ഗൈസ്. പിന്നെ ഇത് മൾട്ടിപ്ലെയർ ചെയ്യണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമൻറ്റ് ബിലോ. ഓക്കെ, നമ്മളിവിടെ നിന്ന് നല്ല സ്പീഡിലാണ്. ഇവിടെ കുറേ മറ്റേ സ്കെൽട്ടൺസ് ഇപ്പോൾ ഉണ്ട്. ഇതിനകത്ത് ബെഡ് കാണാനേ. കൊള്ളാം, ബെഡില്ല, ഞാൻ ബെഡ്. ബാരലിനകത്തൊന്നുമില്ല. വില്ലേജേഴ്സിനൊക്കെ എന്തെങ്കിലും ചെയ്തു. കൊള്ളാം, രണ്ടെണ്ണം ഫ്രണ്ടിൽ വന്നിപ്പോണ്ട്. ഇറങ്ങിക്കഴിഞ്ഞാൽ അടി കിട്ടും. സ്ലോനെസ് ആടാ, സ്ലോനെസ്. ഒന്നാമത് ഫുഡില്ല, ഒന്നാമത് സ്ലോയാണ്. ഇപ്പോൾ അമ്മമാരുടെ അടികൂടെ കിട്ടി സ്ലോ ആയി കഴിഞ്ഞാൽ നമ്മളിവിടെ അടി കൊണ്ടില്ലായി. പിന്നെ നമ്മൾ സ്പോണിൽ പോകേണ്ടി വരും. പിന്നെ ഇത് കുറേ കണ്ടുപിടിക്കാനാണെങ്കിൽ കുറേ പാടുകയാണ്. അടി കിട്ടി, ഒരടി കിട്ടി. ഇത് മിനാത്തെങ്കിലും ബെഡ് കാണണേ, ആ ബെഡുണ്ട്. രക്ഷപ്പെട്ട്. വില്ലേജർ, വില്ലേജർ പുറത്തായെന്ന് തോന്നുന്നു. ഇവിടെ കിടക്കുന്ന വില്ലേജർ എനിക്ക് മാറാം. വെറുതെ മാറാത്ത മാറ്. ഓക്കെ, നമുക്ക് കിടക്കാം. കൊള്ളാം. യു മേ നോട്ട് റെസ്റ്റ് നൗ, ദേർ ആർ മോൺസ്റ്റേഴ്സ് നിയർ ബൈ എന്ന്. ഓക്കെ, എല്ലാത്തിനും അടിച്ചു വരാം. ഹെൽത്തില്ല. ഒന്നും മാറില്ല ചെറിയ, ഞാൻ ഒന്ന് കിടക്കട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് ട്രേഡിങ് ഫാമൊക്കെ ഉണ്ടാക്കാനുള്ളത്. പക്ഷേ നമ്മുടെ ഇന്നത്തെ ഗോൾ ഒരു വീടുണ്ടാക്കാൻ സ്പേസ് കണ്ടുപിടിക്കാമെന്നാണ്. വീടുണ്ടാക്കാൻ സ്പേസ് കണ്ടുപിടിക്കുക. ഓക്കെ, നമ്മളിതിനകത്ത് അങ്ങനെ മോഡേൺ വീടൊന്നും അല്ല ഉണ്ടാക്കുന്നത്, ഒരു മിഡിയോവൽ വീടാണ് ഉണ്ടാക്കുന്നത്. സോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ആ സ്കെൽട്ടനെ കൂടെ അങ്ങ് അടിച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അയൺ ഗോളത്തിനെ കൊല്ലാം. നമ്മളടിച്ചു കൊല്ലാതിരുന്നാൽ മതിയായിരുന്നു. ഓക്കെ, നമുക്ക് മേളിലോട്ട് പ്ലേസ് ചെയ്തു പോയാലും 4 ബ്ലോക്ക് മേളിലോട്ട് പ്ലേസ് ചെയ്യും. 4 വേണ്ടെന്ന് തോന്നടാ, 3 മതി. ഒരെണ്ണം പൊട്ടിച്ചേക്കാം, 3 മതി. കൊല്ലല്ലേ, വാ കൊല്ല. ഒരു 5 തൊട്ട് കണ്ടാൽ മതി. എത്ര എണ്ണം ഉണ്ട് നോക്കാം. 4 ഉള്ളൂ, കുഴപ്പമില്ല. ഒരു ഷീൽഡും ഒരു പിക്കാക്സും ഉണ്ടാക്കാം. നമുക്ക് ഇതിനടിച്ചു കൊല്ലാം. ഷീൽഡ്. ഓക്കെ, ബ്ലാക്ക് വോള് കിട്ടിയിട്ടുണ്ട്. ഇതിനകത്ത് നമ്മുടെ സീക്രട്ട് ബേസ് ഉണ്ടാകും. അതെ, നമ്മുടെ മറ്റേ സ്മോക്കർ അതും കൂടെ എടുത്തേക്കാം. ഫുഡ് കുക്ക് ചെയ്യാം. ഓക്കെ,
നമുക്ക് ട്രേഡിങ് ഫാമൊക്കെ ഉണ്ടാക്കേണ്ടതാണ്. നമുക്കിനി വീട് സെറ്റ് ചെയ്യാനുള്ള ഒരു സ്ഥലം കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ നമുക്ക് ഇത് നമ്മുടെ വീടാക്കിയാലേ. ഇതാണ് വില്ലേജർ. നമുക്ക് നൈസായിട്ട് ഈ വീടിൻ്റെ മൂലയും അതും ഇതും എല്ലാം അടിച്ച് പൊളിച്ചെടുത്തേക്കാം. ഇതിനകത്ത് 2 പേപ്പർ ഇരിപ്പുണ്ട്, അതങ്ങ് എടുക്കാം. വല്ല മാപ്പ് ഉണ്ടാക്കാം. നമുക്ക് ഈ വീടൊന്ന് അടിച്ച് പൊളിക്കുക ആദ്യം, അല്ലെങ്കിൽ നമ്മുടെ ഈ വുഡ് കുറവായിരിക്കും. ഓക്കെ, ലെറ്റ്സ് ഡു ഇറ്റ്. ഓക്കെ, അത് റെഡി ആയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് വീടുണ്ടാക്കാനുള്ള സ്ഥലം കണ്ടുപിടിക്കണം. അതാണ് ഇതിനകത്ത് ഏറ്റവും പാടുള്ള സാധനം. നമുക്ക് ഇനിയും കുറച്ചുകൂടെ വുഡ് വേണം. നമുക്ക് ഇവിടെ ഉണ്ടാക്കിയില്ല ഗൈസ്. ഇവിടെ ആകുമ്പോൾ കുറച്ച് സ്ഥലമുണ്ട്. നിരപ്പാക്കാം. അടുത്ത വീഡിയോയുടെ ഗോള് ഈ ഷബലുകൊണ്ട് ഫുള്ള് നിരപ്പാക്കിയിട്ട് പിന്നെ ആദ്യം ഒരു ഫാം സെറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വീടുണ്ടാക്കാം. ഫാം സെറ്റ് ചെയ്തിട്ട് വീടുണ്ടാക്കാം. അതുവരെ നമുക്ക് വല്ല വില്ലേജറിൻ്റെ വീട്ടിൽ കയറിയിരിക്കാം. അപ്പം ഇന്നത്തെ വീഡിയോൻ്റെ ഗോൾ ഏകദേശം ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഡു കമൻറ്റ് ബിലോ. SMB വേണമെങ്കിൽ അത്, അല്ലെങ്കിൽ മൾട്ടിപ്ലയർ. ഓക്കെ, ബൈ.